വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്ന് കുറച്ച് ചുണ്ടങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചുണ്ടങ്ങ നമ്മളിത് പച്ചയാണ് കേട്ടോ. സോ ഇതിനെ നമ്മളിപ്പോൾ എങ്ങനെ കറി വയ്ക്കണം എന്നുള്ളതാണ് നോക്കാൻ പോകണം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ ചുണ്ടങ്ങയൊക്കെ എടുത്തുകൊണ്ട് അതിനെ ഒന്ന് നന്നായിട്ട് കഴുകുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ ഇതിൽ മെയിനായിട്ട് കുറച്ച് ഉറുമ്പുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. സോ അതിനെയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അതിനെ ഒന്ന് നല്ലോണം അതിനെ വേറെ വേറെ ആക്കിയെടുത്ത് തണ്ടൊക്കെ കളഞ്ഞിട്ട് നമ്മളതിനെ ഒരു ഇടികല്ലിലിട്ട് കുത്തിയെടുക്കണം കേട്ടോ മെയിനായിട്ട്. സോ നമ്മളെല്ലാം കുത്തിയെടുക്കുക. പിന്നെ ചുണ്ടങ്ങയിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. പച്ചച്ചുണ്ടങ്ങയിലാണ് കൂടുതൽ ഗുണങ്ങൾ. അതിനെ ഉണക്കി നമ്മൾ കൊണ്ടാട്ടമാക്കാറുണ്ട്, അതും നല്ലതാണ്. പക്ഷേ ഇതിലാണ് ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻസും പിന്നെ നമുക്ക് വയറിലുള്ള ഈ ചീത്ത ബാക്ടീരിയൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വൃത്തിയാവും. പിന്നെ നമ്മളിത് കുത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുവില്ലേ, നല്ല കയ്പുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഉള്ളിലുള്ള കുരുവൊക്കെ ഇതുപോലെ അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് അതിൻ്റെ കുരു ചതയ്ക്കുമ്പോൾ പകുതി കുരു വരും. പിന്നെ ഒന്ന് നന്നായിട്ട് അമർത്തി അതിൻ്റെ കുരുവൊക്കെ എടുത്തിട്ട് അതിനെ ഒരു 3-4 പ്രാവശ്യം എഗെയിൻ കഴുകി എടുക്കുമ്പോൾ അതിൻ്റെ കുരുവൊക്കെ താഴെ വരും. പിന്നെ എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കുമായിട്ട് ഓണത്തിനുള്ള എല്ലാ വിഭവങ്ങളും ഏകദേശം കാളൻ, ഓലൻ, അവിയൽ, സാമ്പാർ, എരിശ്ശേരി, പിന്നെ വറുത്തെരിശ്ശേരി, ഇഞ്ചി പുളി, കൂട്ടുകറി, സകലമായ എല്ലാം ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും റെസിപ്പി ആവശ്യമുള്ളവർ കമൻസിൽ കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ട്, എല്ലാവർക്കും പ്ലേലിസ്റ്റിൽ പോയി നോക്കാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടു, അതിനെ കുറേ പ്രാവശ്യം കഴുകി അതുപോലെ അതിൻ്റെ കുരുവൊക്കെ ഏകദേശം അടിയിൽ നമുക്ക് കിട്ടും. അതിനെ കളയുക കേട്ടോ. അതേപോലെ അതിൽ നല്ല കറയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും അതിനെ വെള്ളത്തിലിട്ട് വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് വൈകുന്നേരം ചെയ്ത് നാളെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ താഴ്ത്തി വെക്കണം കേട്ടോ. പിന്നെ ഒരു ഉരുള പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. ഓക്കെ, നമുക്കിതിന് പുളിയും ആവശ്യമുണ്ട്. പിന്നെ ഒരു പാനിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. അതിലേക്ക് ഒരു 1/4 സ്പൂണ് ഉലുവ, ഒരു 2 സ്പൂൺ നമ്മുടെ മല്ലി, പിന്നെ ഒരു സ്പൂൺ ജീരകം, പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഒന്ന് നല്ലോണം വഴറ്റുക. അത് കഴിഞ്ഞ് ഒരു 4-5 അല്ലി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി വഴറ്റുക കേട്ടോ. പിന്നെ ഒരു 3-4 സ്പൂണ് തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം, കുറച്ച് കൂടുതൽ കേട്ടോ. പിന്നെ എരിവ് ആവശ്യത്തിന് ഞാനിവിടെ 3 വറ്റൽമുളക് ഇടുന്നുണ്ട്, 1 സ്പൂൺ കാശ്മീരി ചില്ലി കളറിനും. ഓക്കെ, ഇതെല്ലാം കൂടി നന്നായി വറുത്തെടുക്കുക കേട്ടോ. വറുത്തെടുത്ത ശേഷം തണുത്തിട്ട് ഒരു മിക്സി ജാറിലിട്ടിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നന്നായിട്ട് അരയ്ക്കണം കേട്ടോ, ഫൈനായിട്ട് അരയ്ക്കണം. നമ്മൾ വീണ്ടും അതേ പാനിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഈ ചുണ്ടങ്ങ അതിനെ ഒന്ന് നല്ലോണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റണം കേട്ടോ. അത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോഴേ അത് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കയ്പും പോയി കിട്ടും. അപ്പോൾ ഏകദേശം നന്നായി വഴന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സി ജാറിൽ വെള്ളം ഒഴിച്ച് കഴുകുമല്ലോ, അപ്പോൾ അതിന് പകരം പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സോ നമുക്ക് നല്ലോണം അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട എന്താണ്, കടുക് വറുക്കൽ. കടുക്, മുളക്, കറിവേപ്പില, ഇത് മാത്രം. അതിലേക്ക് പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടി മുറിച്ചിട്ടിട്ടുണ്ട്, അത് ഓപ്ഷണൽ വേണമെങ്കിൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ കറിയിലേക്ക് അത് നന്നായി കഴിയുമ്പോൾ, നല്ല വെട്ടി തിളച്ച് കഴിയുമ്പോൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളി ഒരു ചുണ്ടങ്ങ കറി അല്ലെങ്കിൽ ചുണ്ടങ്ങ പുളി തയ്യാറാണ്. സോ ഇതെല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ. ഹെൽത്ത് വൈസ് വളരെ നല്ല ഒരു കറിയാണ്. കയ്പ്പ് തീരെ അറിയില്ല. ഓക്കെ, കുട്ടികളടക്കം കഴിക്കാൻ പറ്റും.
അത്രയ്ക്കും ഒരു നല്ല ടേസ്റ്റാണ്. നമ്മൾക്കതിന് ടേസ്റ്റിന് പുളി വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു സ്പൂൺ വെല്ലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്യൂ. ഹാപ്പി കുക്കിംഗ്.